നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അനാൻഷാന്റെ പെങ്ങളുട്ടി അങ്ങനെയാണ് ഇപ്പൊ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയാം. SBK വഴിയാണ് ഞാൻ ലൈക്ക് ഈ ടീമിലോട്ട് കയറുന്നത്. ഇപ്പൊ ലൈക്ക് ഇൻസ്റ്റ തുറക്കുമ്പോൾ ഈ സോങ്സ് ആണ് എല്ലായിടത്തും എവിടെ നോക്കിയാലും. ഞാനിപ്പോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹനാൻഷാടെ അനിയത്തിയായിട്ട് അഭിനയിച്ച് അതെ എല്ലാരും ഇതാ ക്വസ്റ്റ്യൻ. ലൈക്ക് നമ്മളിപ്പോ യൂട്യൂബിൽ ഇപ്പൊ തുറക്കുമ്പോൾ ലൈക്ക് എവ്രി വൺ ബി ആസ്കിങ് ലൈക്ക് ശരിക്കും ഹനാൻഷാടെ അനിയത്തി ആരാ, നെയിം എന്താ. ശരിക്കും അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് കാണുമ്പോൾ ശരിക്കും നിങ്ങൾ റിയൽ ആണെന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇവരുടെ റിയൽ ലൈഫിൽ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കൂന്ന് പറഞ്ഞു. ശരിക്കും ഉമ്മ ഏറ്റെടുത്തിട്ടോ? ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഒരു സൗഹൃദത്തിനെ എങ്ങനെയാ ഹനാൻ കാണുന്നത്? ഇത് തന്നെയാണ് സൗഹൃദം. ഇങ്ങനെ വിളിച്ചാൽ ഏത് നേരത്ത് വിളിച്ചാലും സ്വന്തം പണി ഒഴിവാക്കി വരുന്ന നാലാൾ നമ്മളടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സൗഹൃദം. ഞങ്ങളാരും ഫുൾ എഫേർട്ട് ഇട്ടതല്ല പാട്ടിന്റെ വിജയം, മറിച്ച് സ്വന്തമായിട്ട് ജോലിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ജോലിയുണ്ട്. ജോലിയുള്ള ഇത്രയും പേര് 3 ദിവസം ഒരു വാട്സപ്പ് വോയിസ് റെക്കോർഡിന്റെ പുറത്ത് കൈമേയ് മറന്ന് 3 ദിവസം നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാത്ത പണിയെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. സോ ദാറ്റ് സംതിങ് ഡിഫറെന്റ്. അതല്ല അങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും കിട്ടൂല. അനു ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്ക് ആരും ഇതിലൊരു പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇത് SBK അനുവൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അനു പറഞ്ഞിനി നമ്മളെ ടീമിലുള്ള ഒരാളും മിസ്സാവാതെ, അത് കുറച്ച് ആളുകൾ നാട്ടിലില്ലാത്തവരുണ്ട്, ഓലൊഴികെ ബാക്കി എല്ലാവരും നിർബന്ധമായിട്ട് ഇതിൽ ഉണ്ടാവണം എന്നാണ് ആദ്യം പറഞ്ഞിനി. പ്രകൃതി നമുക്ക് എതിരായിരുന്നു, പക്ഷേ എല്ലാം കൊണ്ട് മഴയും വെയിലും കാറ്റും ഒക്കെ ഉണ്ട്. ഹനാന് പാട്ട് പാടാനും അഭിനയിക്കാനും മാത്രമല്ല അറിയുന്ന ഡാൻസ് ചെയ്യാനും കൂടെ വ്ളോഗേഴ്സും എല്ലാവരും ഹനാന്റെ ഡാൻസ് കണ്ടിട്ട് നെട്ടി. ശരിക്കും ഞങ്ങൾ ഞെട്ടി കിട്ടോ ശരിക്കും ഡാൻസ് കണ്ടിട്ട്. ഫസ്റ്റ് പ്രോജക്ട് ഒരിക്കലും ഇങ്ങനെ ഇത്ര റീച്ചോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പ്രധാന കാരണക്കാരിൽ എന്തായാലും ഇവൻ തന്നെയാണ്. ബാക്കി നമ്മളെ കൂടെ വന്ന എല്ലാവരും എൻ്റെ അതിൽ അവിടെ 120 ക്രൂ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഒരു സിനിമ ചെയ്യുന്ന ക്രൂ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ 3 പേർക്കും ഒരു ഗിഫ്റ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെർഫ്യൂമിക്സിന്റെ ഒരു പെർഫ്യൂം. പരിമളം പരത്തുന്ന തളിർമേനിയും കണ്ണഞ്ചും സുന്ദരി സുന്ദരി. ആഘോഷത്തിലെ ആളുകൾ ചെത്തിലെ ഒത്തൊരുമിച്ച് സ്വരപത്ത് പറഞ്ഞ് രസിച്ച് പല അത്തര തേച്ച് വിരാജിച്ച് ഏനാന്തത്തിലും കുട്ടികൾ ചുറ്റിലും കുത്തിമറിഞ്ഞ് നടുപന്തലിനോടി നടന്ന് ചിലർ കോന്തല തൂങ്ങുന്നേ. കാഞ്ചിപുരമൊടുത്തൊരുങ്ങി മരക്കാരിൽ വരുന്നതും ഹാരം തരുന്നതും ഓർത്ത കരളിൽ കുളിരിറങ്ങി മംഗളനാളുടെ മരട്ടരച്ച് വരച്ചൊരു മൈലാഞ്ചി പന്തല നടുവിലെ ഒപ്പനമാരുടെ 40 മിന്നണ സുന്ദരിമാരും കച്ചിലും കാലിലും മുഞ്ചിലും ലംഘന മൈലാഞ്ചി. ഇനി നമുക്ക് കൊറിയോഗ്രാഫറിനെ ഒന്ന് കാണണം. നിങ്ങൾ ഇത്രയും ഡാൻസ് അറിയാത്ത ആളുകളെ ഡാൻസ് പഠിപ്പിച്ച് അതിപ്പോ ട്രെൻഡായി, ഇപ്പൊ എല്ലാവരും കട്ടത് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത് ആക്ച്വലി അവന് ഭയങ്കര തിരക്കുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇന്നിപ്പോൾ അവൻ്റെ വീട്ടിൽ ഷൂട്ട് നടന്നുകൊടുക്കുക, അവനക്ക് ഇറങ്ങാൻ പറ്റില്ല. അവനും അമ്മയും അച്ഛനും അനിയനും ഇവരും 4 പേരും അഭിനയിച്ചിട്ടാണ് അവർ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അമൃത് രത്ന എല്ലാവർക്കും അറിയാം. നല്ല അടിപൊളി ഭയങ്കര രസമുള്ള കണ്ടന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഷൂട്ട് തുടങ്ങുമ്പോൾ ഇവൻ ഒരാഴ്ച ഗ്യാപ്പ് ഇവൻ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ അങ്ങോട്ട് പോയി. പിന്നെ എല്ലാം എൻ്റെ തലയിലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഞാൻ നേരെ രജിഷേട്ടനെ വിളിച്ചു, ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അങ്ങനെ വിളിച്ചു. പിന്നെ കൺട്രോളറായിട്ട് സൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ കുറേ വർഷമായിട്ടുള്ള പരിചയമാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ പരിപാടികൾ അവനെ ഏൽപ്പിച്ചു. ദെൻ നേരെ അമൃത്. ഇവൻ ആക്ച്വലി അവൻ നല്ല 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 കണ്ടൻറ്റ്സ്, പിന്നെ അതുപോലെ അവനും റംസാനൊക്കെ ഒരുപാട് ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ അവനെ വിളിച്ചുവിടാം, അങ്ങനെ ഒരു പരിപാടിയാണ്, എല്ലാം നമ്മുടെ പിള്ളേരാണ്, ഡാൻസ് കളിക്കാൻ അറിയുന്ന ആരുമില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത, എല്ലാവരും പഠിപ്പിച്ചെടുക്കണം. അത് ഓക്കെ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ അവൻ വന്നു, പ്ലാൻ ചെയ്തു, ഭയങ്കര അടിപൊളിയായിട്ട്. ഇത് ഇത്രയുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷൻ സ്റ്റേഡിയമാണ്. ഞങ്ങളൊരു മന്ത്ലി അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ ഈ ഗ്യാങ് എല്ലാവരും കൂടുന്ന ഒരു ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും
ആ ഒരു കംഫർട്ട് എല്ലാവരും അതാണ് നമ്മൾ പെർഫോമൻസിൽ അത് അങ്ങനെ എല്ലാവർക്കും ഈ ഫ്രഷർ ഭയങ്കര അഭിനയം ഡാൻസ് അറിയാത്തവരാണെങ്കിൽ പോലും അത് ഭയങ്കര കംഫർട്ട് രസമായിട്ട് വരാനുള്ള ആ ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അമൃതിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ടാവും. ഞാൻ കുറേ വിളിച്ചു, ഞാൻ കയറുന്ന തൊട്ട് മുന്നേ അവനെ വിളിച്ചു, പക്ഷേ ഭയങ്കര ഷൂട്ട് ആയതുകൊണ്ട് വരാൻ പറ്റില്ല. കുഴപ്പമില്ല. ഈ ഇപ്പം ഏറ്റവും കൂടുതൽ ഡാൻസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആദ്യം സ്റ്റെപ്പൊക്കെ പഠിച്ച് റെഡി ആയി നിൽക്കുന്ന ആരാ നിങ്ങളുടെ കൂട്ടത്തില്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഈച്ചു നന്നായിട്ട് കളിക്കും. ഈച്ചും അഫീം നന്നായിട്ട് കളിക്കും. അവർ ആക്ച്വലി പ്രാക്ടീസ് തുടങ്ങി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഈച്ചു രാത്രി 2 മണിക്ക് പ്രാക്ടീസിന് ജോയിൻ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമൃതിൻ്റെ അസോസിയേറ്റ് ഉണ്ട് മാഹിറും ആൽവിനും. ഇവരിങ്ങനെ ബാക്കിയുള്ളവർ അഫീഡ് റിനാൻ ടീം, ബാക്കിയുള്ളവർ ഇപ്പോൾ സൽമാൻ സൈക്കോ അങ്ങനെയുള്ളവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് വന്ന് സൈക്കോവും ഈച്ചും അഫീം പെട്ടെന്ന് പഠിച്ചെടുത്തു. അപ്പൊ എനിക്കും ഒരു കോൺഫിഡന്റ്. ആദ്യം അങ്ങനെ പറഞ്ഞായിരുന്നു എന്താ കഥ. ഇക്കുണ്ട് സൂപ്പറായിട്ട് നമ്മളെ ഫ്രണ്ടാ, അടിപൊളിയായിട്ട് കളിച്ചു. സൈക്കോ ഞങ്ങളുടെ നബീൽ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു പരിപാടി 3 ദിവസത്തില് അത്രയും ആൾക്കാർ ഇത്രയും എനർജിയിൽ കീപ്പ് ചെയ്തത് ഓൻ്റെ ഒരു ഇതവിടെ ഉള്ളതുകൊണ്ടാണ്. ഭയങ്കര എല്ലാവരെയും ഒരുപോലെ കോർത്തിണക്കി എല്ലാവർക്കും ഒരു നിമിഷത്തെ എന്റർടൈൻമെന്റ് നൽകിയ 3 ദിവസത്തെ തള്ളി നീക്കി. ഇപ്പം ബാലിയിലാണ് കൂടെ സെലിബ്രേറ്റ്. ഞങ്ങൾ കുറെ പേരെ മിസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഓൾറെഡി ഈ ആർട്ട് ഡയറക്ടറെ കുറിച്ച് പറയും. കാരണം ഒരു കല്യാണ വീടാണ്, കുറച്ച് സ്ഥലത്ത് അത്രയും മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്യണം ആൻഡ് എല്ലാ ഭാഗവും ഓടി നടന്ന് ചെയ്യണം. സോ ആളെ കുറിച്ച് സംസാരിക്കും. ആർട്ട് ഡയറക്ടർ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അൻസാർ കുപ്പ എന്ന് പറഞ്ഞ്, അത് ആക്ച്വലി ഭയങ്കര താങ്ക്സ് ഉണ്ട്. പാവം അങ്ങേര് ആർട്ട് ഡയറക്ടർ ജോയിൻ ചെയ്യുന്നത് ഷൂട്ടിൻ്റെ രാവിലെയാണ്. ആക്ച്വലി വേറൊരു ആർട്ട് ഡയറക്ടർ ആയിരുന്നു, അങ്ങേർക്ക് ഷൂട്ട് ഇതായതുകൊണ്ട് വരാൻ പറ്റില്ല. ദെൻ നമ്മുടെ ഗ്യാങ്ങിൽ നമ്മുടെ കൂടെ തന്നെയുള്ള ഫായിസ് എന്ന് പറഞ്ഞിട്ടുള്ള മിക്കി ബി ഇവൻസിലുള്ള അവൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അവൻ്റെ തരാം, പക്ഷേ എങ്കിലും ഒരു ആർട്ട് ഡയറക്ടർ എനിക്ക് ഫ്രെയിമിൽ സിനിമാറ്റിക്കലി ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ തന്നെ വേണം. അങ്ങനെ അവനെ വിളിച്ചു വരുത്തി, അങ്ങനെയാണ് ആർട്ട് ഡയറക്ടർ സെറ്റ്. അടിപൊളിയായിട്ട് അവൻ ഒറ്റക്ക് നിന്നിട്ട് കുറേ ഇപ്പോൾ നോർമലി ഒരു ആർട്ട് ഡയറക്ടർ 4-5 അസിസ്റ്റൻസ് ഉണ്ടാവും, എടാ അതെടുക്ക് ഇതൊക്കെ പറയാൻ. ഈ പാവം സാധുവാണ്, എല്ലാതും ചെന്ന് ക്ലോത്ത് കെട്ടാനാണെങ്കിൽ ഇവൻ, പൂ വെക്കാനാണെങ്കിൽ ഇവൻ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം വീഡിയോ വന്നതിന് ശേഷം ഒരു പെങ്ങളൂട്ടി, എനിക്കൊന്നു അനാൻഷാന്റെ പെങ്ങളൂട്ടി എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്. സോ പെങ്ങളൂട്ടീനെ നമുക്ക് സംസാരിക്കാം. വായോ, ഫ്രണ്ടിൽ തന്നെ വരൂ. ദിൽഷാനാ. ആൻഡ് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അനാൻഷാന്റെ പെങ്ങളൂട്ടി അങ്ങനെയാണ് ഇപ്പൊ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? അടിപൊളി റെസ്പോൺസ് ആണ്. എന്താ പറയാ, ലൈക്ക് ആദ്യം തന്നെ SBKക്ക് താങ്ക് യു. കാരണം SBK വഴിയാണ് ഞാൻ ലൈക്ക് ഈ ടീമിലോട്ട് കയറുന്നത്. പിന്നെ എനിക്ക് പരിചയമുള്ള രജീഷ് ഏട്ടൻ പിന്നെ ബാക്കി എൻറ്റയർ ഹനാൻ്റെ ടീമിനെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പാട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഇൻസ്റ്റ തുറക്കുമ്പോൾ ഈ സോങ്സ് ആണ് എല്ലായിടത്തും എവിടെ നോക്കിയാലും. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹനാൻഷാടെ അനിയത്തിയായിട്ട് അഭിനയിച്ച് അതെ എല്ലാവരും ഇതാ ക്വസ്റ്റ്യൻ. ലൈക്ക് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ തുറക്കുമ്പോൾ ലൈക്ക് എവ്രി വൺ ബി ആസ്കിങ് ലൈക്ക് ശരിക്കും ഹനാൻഷാടെ അനിയത്തി ആരാ, നെയിം എന്താ സാഹിബി, ലൈക്ക് പീപ്പിൾസ് ഇങ്ങനെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കും ദിൽഷാന അതായത് എന്നൊക്കെ പറയും. സോ അങ്ങനെ അപ്പോൾ എന്തായാലും സോങ് ഇത്രയും എല്ലാവരുടെയും ഹാർഡ് വർക്ക് കൊണ്ട് ഇത്രയും സക്സസ് ആയി. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷം. ഇവിടെ പെങ്ങളായിട്ട് തന്നെ ഏറ്റെടുത്തോ ഓൾറെഡി അനിയത്തിക്കുട്ടിയായിട്ട്? ശരിക്കും അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് കാണുമ്പോൾ ശരിക്കും നിങ്ങൾ റിയൽ ആണെന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇവരുടെ റിയൽ ലൈഫിൽ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞു. ശരിക്കും ഉമ്മ ഏറ്റെടുത്തിട്ടോ? ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഏറ്റെടുത്ത വീട്ടിൽ ഒരുപാട് ആളായി. ആ വീട്ടിലത്തെ പെൺകുട്ടികളെയാണ് ഇപ്പൊ ഈ കാണുന്ന ഫാത്തിമയും പാത്തും ഈ ഇഫ്രേം ഡ്രഡും ലിയയും പിന്നെ ബാസിലിന്റെ വൈഫ് നഷ്വയും. ഇവലൊക്കെ പെണ്ണ് കെട്ടിക്കണെങ്കിലും ഇവലൊക്കെ ഞങ്ങളെ വീട്ടിൽ നിൽക്കല് ഞാൻ കെട്ടിക്കൊടുന്ന ആൾക്കാരെ പോലെ അമ്മ ട്രീറ്റ് ചെയ്യല്. അത്രയും എല്ലാരായിട്ടും ഭയങ്കര ബന്ധം. നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ആയാൽ മതി. അതെ മതി. മോളായിട്ട് ഇപ്പം 3 ആൺകുട്ടികളാണ്, ഒരു മകളായിട്ട് ഏറ്റെടുത്തോ നിങ്ങൾ രണ്ടുപേരും? വന്നിട്ടില്ല. അതാണ്, വീട്ടിലേക്ക് എൻട്രി വേണമെങ്കിലും നമ്മൾ എടുക്കും. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമല്ലോ. അപ്പൊ ഉമ്മ ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാന്ന് അറിയാം. ഇതിൽ ഏറ്റവും നിങ്ങളൊക്കെ കഴിച്ചതിൽ ഏറ്റവും ഉമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? അത് ഡ്രെഡിന് മൈക്ക് കൊടുത്ത് ഡ്രെഡ് പറഞ്ഞാൽ രസമായിരിക്കും. അത് വരൂ മുന്നിലേക്ക് വരൂ.
ഈ ഡ്രെഡും ലിയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കണല്ലേ. ആ വരും വരും വരും. ലിയ ഉണ്ട് ഒരു പറഞ്ഞോളൂ. അനങ്ങണില്ല മൈക്കൊന്ന് ഡ്രെഡിനോട് കൊടുക്കാവോ? ഞങ്ങളൊക്കെ ഡ്രെഡ് എണീക്കൂ എണീക്കൂ. ഞാൻ കാണട്ടെ. ഉമ്മാന്റെ ഫേവറേറ്റ് ഫുഡ് ഏറ്റവും കൂടുതൽ കഴിച്ച ആളാണ്. ഉമ്മന്റെ ഒരു സ്പീഡ് ചോറുണ്ട്, ആ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്, അതാണ് എനിക്കിഷ്ടം. ഞാൻ ഉമ്മനോട് എന്തെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ടേനു, അന്ന് കഴിച്ചിട്ടും മതിയായിട്ടില്ല പറയണ ഫുഡ് വേറെയാ, എന്നെ കളിയാക്കാൻ വേണ്ടി പറയാ. എന്തോ ഇവിടെ പറയുന്നുണ്ട്, എന്തായിരുന്നു? ഇല്ല, അവൾക്ക് വേറെ ഇഷ്ടമുള്ള ഫുഡ്. വേറെ എന്തോ ഫേവറേറ്റ് ഡിഷ് ഉണ്ട്, എന്തോ മറന്നുപോയി. ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. എന്തോ ഒന്ന് ഉണ്ട്, ഒരു ക്ലൂ കൊടുക്കും. എന്താണ്? ചോറും താളിപ്പൂ. അതാണല്ലോ വൈറലായിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരുന്നത്. അത് ഉമ്മയുടെ സ്പെഷ്യൽ ആണോ ഉമ്മ? അല്ല, അത് ഡ്രെഡിന്റെ ഓള വീട്ടിലത്തെ സ്പെഷ്യലാണ്. അല്ല, ഉമ്മന്റെ ഒരു സ്പീഡ് ചോറുണ്ട്, നല്ല ടേസ്റ്റാ. എല്ലാവരും ഒരു ദിവസം കഴിക്കണം. ഒരുപാട് പേരുണ്ട് സെറ്റിൽ ഉണ്ടായ ആളുകള്, അവരുടെ ഒരു മെമ്മറീസ് നമുക്ക് ചോദിക്കാം. ഈ സെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ ആരായിരിക്കും പറയാ? ബാസിലിനോട് ചോദിക്കാം. ബാസിലാണ് ഏറ്റവും കൂടുതൽ സെറ്റിൽ ഉണ്ടായത്. ബാസിലെവിടെ പോയോ? പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. ഓർമ്മകളൊന്നും ഇല്ല, ഓർത്തെടുക്കാൻ പറ്റണില്ല. അനു ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്ക് ആരും ഇതിലൊരു പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇത് SBK അനുവൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അനു പറഞ്ഞിനി നമ്മളെ ടീമിലുള്ള ഒരാളും മിസ്സാവാതെ, അത് കുറച്ച് ആളുകൾ നാട്ടിലില്ലാത്തവരുണ്ട്, ഓലൊഴികെ ബാക്കി എല്ലാവരും നിർബന്ധമായിട്ട് ഇതിൽ ഉണ്ടാവണം എന്നാണ് ആദ്യം പറഞ്ഞിനി. അപ്പോൾ ഡേറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ആദ്യം ലീവ് പറഞ്ഞു വെച്ചിനി, ഒരു 2 ദിവസം ലീവൊക്കെ പറഞ്ഞു വെച്ചിനി. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും അവിടെ എത്തി. പിന്നെ എല്ലാവരും ഒരുമിച്ച് 2-3 ദിവസം നല്ല ഓർമ്മകളായിരുന്നു. ഓർമ്മകളൊന്നും പറഞ്ഞിരുന്നെങ്കിൽ. അല്ല, അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെയുള്ള ടൈം നമുക്ക് നല്ല രസമാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നിഹാല്, അതേമാതിരി SBK ഓരൊക്കെ ഈ ഒരു ഫേസിൽ നമ്മൾ ഇത്രയും ടൈമിൽ കാണുന്നത് ഇങ്ങനെ അത്രയും കഷ്ടപ്പാടുണ്ട്. അപ്പം അതിന് പറഞ്ഞാൽ ഈ പ്രകൃതി നമുക്ക് എതിരായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും മഴയും വെയിലും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും 3 ദിവസം കണ്ടിന്യൂസ് എല്ലാവരും അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് സത്യം പറയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാട്ടിന്റെ സക്സസ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഒരുപാട് ഇപ്പൊ ഞങ്ങൾ ഒരുപാട് ഭംഗിയിൽ പാടിയെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങൾ സെറ്റപ്പിൽ എടുത്തു വെച്ചു, അല്ലെങ്കിൽ ഒരുപാട് ശ്രീഹരി ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീഹരിന്റെ ഞാൻ പറയില്ല, ശ്രീഹരി ടോപ്പ് നോച്ചിൽ ചെയ്തു. പക്ഷെ ഞങ്ങളാരും ഫുൾ എഫേർട്ട് ഇട്ടതല്ല പാട്ടിന്റെ വിജയം, മറിച്ച് സ്വന്തമായിട്ട് ജോലിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ജോലിയുണ്ട്. ജോലിയുള്ള ഇത്രയും പേര് 3 ദിവസം ഒരു വാട്സപ്പ് വോയിസ് റെക്കോർഡിന്റെ പുറത്ത് കൈമൈ മറന്ന് 3 ദിവസം നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാത്ത പണിയെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. സോ ദാറ്റ് സംതിങ് ഡിഫറെൻറ്റ്. അതല്ല, അങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ എല്ലാവർക്കും കിട്ടൂല. അപ്പം അതിൽ തന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, ഈ 3 ദിവസം ഇവർക്ക് ഉറക്കം കിട്ടിയിട്ടില്ല, ഇവർക്ക് പ്രോപ്പർ ഫുഡ് കിട്ടിയിട്ടില്ല. അതായത് ഫുഡ് സെറ്റിൽ ഫുഡ് കിട്ടിയിരിക്കുന്നു, പക്ഷെ എന്നാലും എന്നും കഴിക്കണ പോലത്തെ സ്റ്റൈലുള്ള ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. എന്നിട്ടും 3-ാമത്തെ ദിവസം ഇത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായി. അതായത് ഞാൻ ഒരു വിളിച്ചപ്പോൾ എല്ലാവരും ഞങ്ങൾ റെഡിയാണ്, നമുക്ക് ചെയ്യാം, ആരും ഒരു നോ പറഞ്ഞില്ല. അപ്പം എല്ലാവരും ഫുൾ ടീമായിട്ട് ഐക്യത്തോടെ ഒരു പരിപാടി ഓക്കെ പറഞ്ഞത് തന്നെയാണ്, ഒരത്രയും എഫേർട്ട് ഇട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സെറ്റിൽ വർക്ക് ചെയ്ത ആരും ഇടങ്ങേറുള്ള ആരും ഇല്ല. ഇനി ഇപ്പൊ രജിഷേട്ടനാണെങ്കിലും എല്ലാവരും വളരെ സ്വീറ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. നമുക്കൊരിക്കലും ഇവരെത്ര റിപ്പീറ്റ് എടുത്താലും നമുക്ക് ദേഷ്യമൊന്നും വരില്ല. കാരണം ഒന്നോടി ഇങ്ങനെ പറയാം, അപ്പൊ നമുക്ക് ഇടങ്ങറ തോന്നാം, അയ്യോ ഇവരിപ്പോ നമ്മളെ കൊണ്ട് ഗതിയിടുന്നുണ്ടോ റിപ്പീറ്റ് പോയിട്ട് നമുക്ക് തോന്നാം. അപ്പം അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെറ്റും ലൊക്കേഷനും അതുപോലെ തന്നെ സ്റ്റേഡിയം, ആ ഒരു ടീമിനോട് എങ്ങനെ നന്ദി പറയാൻ നമുക്കറിയില്ല. 3 ദിവസത്തിലേറെ, കാരണം തലേ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ അതിലേറെ ദിവസം നമ്മളവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളവിടുത്തെ എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം കോഴിക്കോടുള്ള റിസോർട്ടാണ്, നമ്മളെ ഫ്രണ്ട്സിന്റെ തന്നെ റിസോർട്ടാണ്. അപ്പൊ അവരാണ് ഇത്രയും അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്, അതും നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പം ഇതെല്ലാരെയും ഒരു സംഘടിതമായ ഒറ്റക്കെട്ട്. ഇപ്പൊ മേക്കപ്പ് ആണെങ്കിൽ പാത്തു, അതുപോലെ ബ്രൈഡിന്റെ ഡ്രസ്സ് ഷാന, കയാലി, ഓരോരുത്തർ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് നമ്മളെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ട്. ബ്രൈഡിന്റെ ഡ്രസ്സ് അടക്കം നമ്മളെ കയ്യിലുള്ള ടീം തന്നെയാണ്. അപ്പൊ എല്ലാം നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മനസ്സാണ് ശരിക്കും പാട്ട് വിജയിപ്പിച്ചത്. ഒരുപാട് ഞങ്ങളൊക്കെ എഫേർട്ടിലുപരി എല്ലാവരെയും മനസ്സാണ് പാട്ട് വിജയിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കണം. ഇതിപ്പം നമ്മളൊരു ആഗ്രഹം പറയുന്നു, അതിന് കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട്സ്
വേണമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഹനാൻ ഒരു ആഗ്രഹം പറയുന്ന സമയത്ത് ആ വോയിസ് ക്ലിപ്പ് ഓൾറെഡി നമ്മൾ കേട്ടു. അപ്പം ഓൾറെഡി അത് പറയുമ്പോൾ ഇവരുടെ റെസ്പോൺസ്, സപ്പോർട്ട്, ഇപ്പോൾ ഒരു സൗഹൃദത്തിനെ എങ്ങനെയാണ് ഹനാൻ കാണുന്നത്? കാരണം ഇത്രയധികം സൗഹൃദം നിങ്ങളുടെ ഗ്യാങ്ങിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലത്തെ ഒരു ടീമിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഹനാൻ എങ്ങനെ, ഇത്രയും സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഹനാൻ സൗഹൃദത്തിനെ എങ്ങനെയാണ് കാണുന്നത്? സൗഹൃദം മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് നമ്മൾ ഇത് തന്നെയാണ് സൗഹൃദം. ഇങ്ങനെ വിളിച്ചാൽ ഏത് നേരത്ത് വിളിച്ചാലും സ്വന്തം പണി ഒഴിവാക്കി വരുന്ന നാലാൾ നമ്മളടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സൗഹൃദം. അതേപോലെ എനിക്ക് കുറച്ച് പേരോട് നന്ദി പറയണേ. എന്നോടുള്ള സൗഹൃദം, എന്നോടുള്ള ബന്ധം കൊണ്ട് വന്നിട്ടുള്ള കുറെ ടെക്നീഷ്യന്മാരുണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ശ്രീഹരി മുതൽ തുടങ്ങാം. ഫസ്റ്റ് മുതലേ ഞങ്ങൾ 2019 പരിചയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി സോങ് ചെയ്തു തന്നതിൽ ശ്രീഹരിനോട് നന്ദി പറയാം. പിന്നെ ഒരു വർഷമായിട്ട് ഏകദേശം ഞാനും ഹനാനും ശ്രീഹരിയും വേറെ ഒരു പ്രോജക്റ്റ് ആക്ച്വലി ഞങ്ങൾ ഇനി ഇൻഷാല്ലാ അത് കമ്മിങ് നമ്മുടെ ഈ ഒരു ടീം, നമ്മുടെ ഇതേ ടീമായിട്ടുള്ള ഒരു അടിപൊളി പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ഒരു വർഷമായിട്ട് നിങ്ങളെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് നമ്മൾ ചെയ്ത്. പിന്നെ രജീഷ് ചേട്ടൻ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അങ്ങേരെ പറ്റിയായിരിക്കും, പക്ഷെ അത് എനിക്ക് എത്ര പറഞ്ഞാലും അത് തീരുമില്ല. കാരണം അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അങ്ങേര്. ഒരുപാട് നന്ദി രജീഷ് ചേട്ടാ. പിന്നെ അതേപോലെ കോസ്റ്റ്യൂം ഇതിൽ കുറേ നമുക്ക് ആക്ച്വലി പെട്ടെന്ന് ആയതുകൊണ്ട് ഏകദേശം ഒരു 60 പേരോളം ഉണ്ട്. പെട്ടെന്ന് കോസ്റ്റ്യൂം ചെയ്യണം. രണ്ട് ദിവസമേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ ബേസിക്കലി എല്ലാം ആദ്യം എൻ്റെ തലയിലായിരുന്നു. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഫീഫ, അവളെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇത്ര എന്തായാലും കുറേ പേർക്ക് ചെയ്യാൻ പറ്റില്ല, മാക്സിമം ചെയ്യാറെന്ന് പറഞ്ഞു. അവളൊരു ഹാഫ് ഏറ്റെടുത്തു. പിന്നെ ഷെയ്ഖ് ദർവേഷ് നമ്മുടെ ഫ്രണ്ട്, അങ്ങേരും കുറച്ച് ഏറ്റെടുത്ത് രക്ഷിച്ചു. പിന്നെ അതുപോലെ പർച്ചേസിങ് ഫാത്തിമ ദൻഷ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളും ഏറ്റെടുത്ത് രക്ഷിച്ചു. പിന്നെ മേക്കപ്പ് ഹർഷ പാത്തു, ഷെയ്ബ, ഇവർ രണ്ടുപേരാണ് ബ്രൈഡിനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളെ ബ്രൈഡ് ദിൽഷാന ഞാനിങ്ങനെ വിളിച്ചു. ഇത് നമുക്ക് ഭയങ്കര രസമുള്ള ബേസിക്കലി ഈ ഒരു മ്യൂസിക് വീഡിയോയിൽ വേറെ ആർക്കും ഭയങ്കര അഭിനയം വേണ്ട. എല്ലാവരും ഇതുപോലെ എല്ലാ കല്യാണത്തിനും ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് ചെയ്താൽ മതി. പക്ഷെ ഇവൾക്ക് ഇച്ചിരി ആ ഇമോഷൻ ചെയ്യാൻ ഒരേ ഒരാൾ വേണം. അപ്പോൾ അത് അഭിനയം അറിയുന്ന ഒരാൾ വേണം, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് എല്ലാവരും ഡാൻസ് കളിക്കുന്നു, ചില്ല ചെയ്യുന്നു, അതൊക്കെ. അങ്ങനെ ഞാൻ അവളെ വിളിച്ചു. ഫസ്റ്റ് ദിവസത്തിന് അവൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പോലും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. അവളും ഉമ്മാനോടും താങ്ക് യു. പിന്നെ മേക്കപ്പ് നമ്മുടെ അഫ്താബും ഉണ്ടായിരുന്നു കേട്ടോ. അഫ്താബായിരുന്നു ഹനാനെയും ബാക്കി നമ്മളെ പിള്ളേർ അഫ്താബിൻ്റെ ടീം എല്ലാവരെയും ചെയ്തിരുന്നത്. പിന്നെ ഈ ഷോർട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഡാറ്റയായിട്ട് നേരെ പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷെബീർ, നമ്മുടെ ചമ്മൻചാക്കയുടെ അസോസിയേറ്റ് ആണ്, എഡിറ്റർ. ഞാൻ പറഞ്ഞു ഷെബീർ, എൻ്റെ ഫസ്റ്റത്തെ പരിപാടിയാണ്, കുറച്ച് സമയം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്, ഒന്ന് രക്ഷപ്പെടുത്തി തരണം, എഡിറ്റിങ്ങിൽ അവൻ്റെ കുറച്ച് കഴിവുകൾ ചെയ്തിട്ട് രക്ഷപ്പെടുത്തി തരണം. അങ്ങനെ ഷെബീറും VFX നമ്മുടെ എഗ്വൈറ്റിൻ്റെ തൗഫീഖ്, ഇവർ രണ്ടുപേരും കുറച്ച് ചില്ലറ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ടെക്നിക്കലി എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രൊഡ്യൂസർ ടീം അഷിഖ് ബാവ, ഈ പറഞ്ഞ പോലെ ഒരു 0.1% പോലും പ്രഷർ തരാതെ ഞാൻ ഫസ്റ്റത്തെ ദിവസം ഷൂട്ടിൻ്റെ തലേന്ന് സുഹാസ്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിൻ്റെ തലേന്ന് മഴ പെയ്തു. ആ മഴ പെയ്താൽ ആക്ച്വലി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മരങ്ങളും ഇതൊക്കെയുള്ള ലൊക്കേഷനാണ്. അപ്പോൾ മഴ പെയ്താൽ പ്രശ്നമാണ്, ബേസിക്കലി കണ്ടിന്യൂറ്റി പ്രശ്നമാണ്. ഒന്നല്ലെങ്കിൽ കണ്ടിന്യൂസ് മഴയിൽ ചെയ്യണം, മഴ പെയ്യിപ്പിക്കണം. അപ്പോൾ എന്തായാലും മഴ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ദിവസം മഴ ഇല്ലാണ്ട് ആ ഒരാഴ്ച കറക്റ്റ് മഴ സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഷൂട്ട് 6 മണിക്കുള്ള അന്ന് രാത്രി 3 മണി വരെ മഴ. ഞങ്ങൾ അതുവരെ മഴ മാറാൻ വെയിറ്റ് ചെയ്താൽ, പക്ഷെ ഒരു 3 മണിക്ക് മഴ മാറി കുഴപ്പമില്ല, 2 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും താങ്ക്സ്. പിന്നെ അതുപോലെ കൊറിയോഗ്രാഫർ അമൃത്, ഞാൻ ആൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരോട് പറഞ്ഞിരുന്നു, എല്ലാ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ചില്ലാണ്, നീ എന്ത് പറയുന്നു അത് അവരനുസരിക്കും, അത് ഞാൻ ഉറപ്പ് തരാം, നീ കളിപ്പിച്ച് തരണം. അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പറയുന്ന അവരനുസരിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അത് ഞാൻ ഉറപ്പ് തരാം, എല്ലാവരും നമ്മളെ പിള്ളേരാണ്. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റീലിൽ കാണുന്നത് ഹനാന് പാട്ട് പാടാനും അഭിനയിക്കാനും മാത്രമല്ല അറിയുന്ന, ഡാൻസ് കളിക്കാനും. കുറേ വ്ളോഗേഴ്സും എല്ലാവരും ഹനാന്റെ ഡാൻസ് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടി കേട്ടോ ശരിക്കും ഡാൻസ് കണ്ടിട്ട്. ഡാൻസ് ആള് ഇവിടെ ഒന്നും ആയിരുന്നില്ല, തള്ളിക്കൊണ്ടിരിക്കുക. അത് പാട്ടും അഭിനയം മാത്രല്ല ഡാൻസിലും പുലിയാണെന്ന്. നല്ല പാടിണ്ടായിരുന്നു. എടാ എത്ര ടഫ് സ്റ്റെപ്സ് ഒക്കെ വേണമെന്നൊക്കെ അവൻ ചോദിച്ചിരുന്നു. നല്ല കളിച്ചോ, നമുക്ക് എന്തായാലും സിംഗിൾ ഷോട്ട് ഒന്നല്ല കട്ടും അങ്ങനെയൊക്കെ വരുമ്പോ സത്യം പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് പഠിച്ചതാണത്. അതാണ് അപ്പൊ അതുകൊണ്ട് അത്രയും കളിക്കാൻ പറ്റി. ചിലപ്പോ ഒരു 4 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഫുൾ മൊത്തം ഡാൻസ് കളിച്ച് പോയിരുന്നു.
ഇപ്പോൾ ഹനാനെ പോലെ തന്നെ ബാക്കിയുള്ള ഈ ഡാൻസ് കളിക്കുന്ന നമ്മുടെ 30-32 ആളും എല്ലാവരും തിരക്കുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ വോക്കുള്ളവർ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വായിച്ചിട്ട് ഡെയിലി ഓരോരുത്തരെ വിളിക്കാം പ്രാക്ടീസിന് എത്തണേ. ഞാൻ 2 ദിവസം ചോദിച്ചു, 2 ദിവസം എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസമെങ്കിലും എങ്ങനെയെങ്കിലും തരണം എല്ലാവരും വിളിച്ച് വരുത്തിയതാ. അപ്പോൾ എല്ലാവരും വന്നു അടിപൊളിയായി. ഒറ്റ പ്രശ്നമില്ല, രാവിലെ 6 മണിക്ക് എല്ലാ റൂമിൽ ഞാൻ എല്ലാവരും മുട്ടി വിളിക്കണമായിരുന്നു. അത് മാത്രം പ്രശ്നമില്ല. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കോൾ ടൈം 6 മണി നമുക്ക് ശീലം, പക്ഷെ ഇവർക്ക് ആർക്കും ശീലമില്ലാത്തതിൻ്റെ ഒരു ഇത്. പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കളറിസ്റ്റ് ബിലാൽ നല്ല അടിപൊളിയായിട്ട് ടോൺ ചെയ്ത് നല്ല സെറ്റപ്പാക്കി തന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ സ്റ്റീൽസ് സെമീഹ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കൂടെയുള്ള പയ്യൻ തന്നെയാണ്. നല്ല നമുക്ക് പോസ്റ്റേഴ്സൊക്കെ കണ്ടറിയാം, നല്ല അടിപൊളി സ്റ്റീൽസ് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്രൂ എൻ്റെ അസോസിയേറ്റ് ക്യാമറൻ ആരോമൽ, അങ്ങേരെ തന്നെയായിരുന്നു കിങ് ബെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങേര് ഞാൻ ഫസ്റ്റ് വിളിച്ചതിലുള്ള ഒരാളാണ് രജീഷ് ഏട്ടൻ, പിന്നെ ആരോമൽ, എൻ്റെ അസോസിയേറ്റ് അമീൻ. ഇവരെ വിളിച്ചതിൻ്റെ എനിക്ക് എൻ്റെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ടായവർ വേണം. എങ്കിലും അത് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാവണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ആ കാര്യത്തിൽ എനിക്ക് കൂടുതൽ സ്ട്രെസ്സ് തരും. ഇത്രയും കുറഞ്ഞ സമയം ഉണ്ടായിട്ട് കൂടുതൽ പ്ലാനിങ് ഇല്ലാഞ്ഞിട്ട് പോലും അവർ ആ കാര്യം ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അമീനായാലും പോലും എനിക്കതിൻ്റെ കൂടുതൽ ടെൻഷനോ എനിക്കതിൻ്റെ കൂടുതൽ തലമുണ്ടാക്കാനോ ഒന്നും വന്നിട്ടില്ല. അവരെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അസോസിയേറ്റ് ശരത്തും ഫറാനും എല്ലാവരും ചത്ത് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു 4 ദിവസം കൊണ്ട് 4 മില്യൺ കണ്ടത്. പിന്നെ പോസ്റ്റർ ഡിസൈൻ വിഷ്ണു നാരായണും കൃഷ്ണപ്രസാദും ഒക്കെ നമ്മളെ ടീമിലുള്ളവർ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കൊറിയോഗ്രാഫറിൻ്റെ അസോസിയേറ്റ് ഈ പണി അറിയാത്തവരെ കൊണ്ട് പണിയെടുപ്പിച്ച മാഹിറും ആൽവിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാക്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്. അതായത് ഓനക്കൊരു ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈൻ പ്രൊഡ്യൂസർ, ഓനക്ക് അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല. അതായത് BTSൻ്റെ ആൾ വെള്ളം കുടിക്കാൻ പോയാൽ ഓൻ ക്യാമറ എടുത്തെടുക്കും, സ്റ്റില്ലിൻ്റെ ആൾ ക്യാമറ എടുത്ത് അഥവാ ഫുഡ് കഴിക്കാൻ പോയാൽ ഓനത് ചെയ്യും, വെള്ളം വേണമെങ്കിൽ വെള്ളം തരും, റെഡ് ബുൾ വേണമെങ്കിൽ ഇത് തരും. അവൻ ലിറ്ററലി അവൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ 1 മിനിറ്റ് ചുമ്മാ ഇരുന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അതൊക്കെ ബേസിക്കലി നമ്മളോടുള്ള ആ ഒരു ബന്ധം കൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ. അപ്പോൾ എനിക്ക് ഇവരോട് നന്ദി പറഞ്ഞേ പറ്റൂ. ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്ലാനിങ് ഇല്ലാതെ സാമ്പത്തികമായി യാതൊരു മെച്ചമില്ലാതെ നമ്മളെ ബന്ധം കൊണ്ട് ഈ ഒരു പരിപാടി ഇത്രയും അടിപൊളിയാക്കാൻ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയണം. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ് അലോട്ട്. എൻ്റെ ഫസ്റ്റത്തെ പ്രോജക്റ്റ് ഒരിക്കലും ഇങ്ങനെ ഇത്ര റീച്ചോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പ്രധാന കാരണക്കാരൻ എന്തായാലും ഇവൻ തന്നെയാണ്. ബാക്കി നമ്മളെ കൂടെ നിന്ന എല്ലാവരും അതിൽ അവിടെ 120 ക്രൂ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു മ്യൂസിക് വീഡിയോക്ക് ഒരു സിനിമ ചെയ്യുന്ന ക്രൂ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ വന്ന നമ്മുടെ എല്ലാ ചെറിയ ആർട്ടിസ്റ്റും എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ കുറച്ച് ചെറിയ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അവർ ഏജ് ആയിട്ടുള്ള മഴ പെയ്യുന്നത് കൊണ്ടും ഈ ക്ലൈമറ്റ് ഇങ്ങനെ വെതർ ചേഞ്ച് ചെയ്യുന്നതും. അപ്പോൾ ഒരു 1:30 ആകുമ്പോൾ ഒരു പറയണം, മോനെ എനിക്ക് മരുന്ന് കുടിക്കാണ്ട് ഒന്ന് ബ്രേക്ക് പറയും. എല്ലാവരും ഒറ്റ ടേക്കും കൂടിയും കറുപ്പം മഴ ഉച്ചയ്ക്ക് ശേഷം മഴ 3 ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ. ഞങ്ങൾ ഏകദേശം ഇത് പറഞ്ഞ ഒരു 1 ഫുൾ ഡേ ആൻഡ് ഹാഫ് ഡേ എടുത്തേ ഉള്ളൂ. ബാക്കി 3 ഡേയ്സും കംപ്ലീറ്റ് പകുതി മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ആ വിഷ്വൽ കണ്ടറിയാം. ഒരു വല്ലുമ്മാൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് മ്യൂസിക് അല്ലെങ്കിൽ എനിക്കൊന്ന് ശ്രീഹരിയുടെ പാട്ടുകൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ പാട്ടുകളാണ്. ആൻഡ് ഈ പാട്ടും ഓൾറെഡി നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പം പുതിയ പാട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കും ഇനി ശ്രീഹരിയുടെ അടുത്ത പാട്ട് എന്തായിരിക്കും. സോ എപ്പോഴും ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീഹരിയുടെ മനസ്സിൽ എന്താ ശരിക്കും എത്രത്തിലെ പാട്ടുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എപ്പോഴും ചെയ്തു വെച്ചിരുന്ന വ്യത്യസ്തമായി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ശരിക്കും? ഞാൻ ഒരു പാട്ട് ചെയ്ത അത് റിലീസാവുന്ന വരെ ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി. ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഷർഫക്കയും കൂടി ഇപ്പോൾ ഈ കല്യാണ പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ലിറിക്സ് എഴുതി കഴിഞ്ഞാലും അത് സിംഗർ വന്ന് പാടി അല്ലെങ്കിൽ അത് അടുത്ത സിംഗർ പാടി അതിൻ്റെ ബാക്കി കോറസ് ആണെങ്കിലും അതൊക്കെ എടുത്തൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നത് ചെയ്യുന്നവരെ ടെൻഷൻ തന്നെയാണ് എപ്പോഴും. അപ്പോൾ അത് പുതിയ പാട്ട് ചെയ്യുമ്പോഴുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പാട്ട് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു പാട്ട് നന്നാവാൻ വേണ്ടിയിട്ട്. അതെല്ലാം എപ്പോഴും നന്നാവണമെന്നില്ല. അപ്പോൾ ഒരു പാട്ട് കംപ്ലീറ്റ് ആവുന്നവരെ ഭയങ്കര പെയിൻ ഉണ്ട്. അതായത് ഇത് ശരിയാവുന്നുണ്ടോ, ഇത് ഇഷ്ടപ്പെടുമെന്നില്ല ഒരു സംശയം എപ്പോഴും ഉണ്ട്. അതായത് ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് പാട്ട് ചെയ്യുക.
ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് ശരിയാവുന്നുണ്ടോ അത് ശരിയാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അത് ത്രൂ ഔട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഒരിക്കലും പോകുന്നു തോന്നില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടും കാര്യമൊന്നുമില്ല. അതങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന, എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പാട്ട് പാടിയ ഒരു ഫീമെയിൽ സിംഗറും ഉണ്ട്, ഡാലിയ. അപ്പോൾ ആളെ കുറിച്ചൊന്ന് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഡാലിയ എനിക്ക് വേണ്ടി കുറേ മുന്നേ പാടി തന്നിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ ഫീമെയിൽ വേർഷൻ വേണം. അപ്പോൾ എനിക്ക് ഡാലിയൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡാലിൻ്റെ അടുത്ത് പറഞ്ഞു, അവളെ എപ്പോൾ വിളിച്ചാലും വന്ന് എന്ത് പാട്ടാണെങ്കിലും പാടിത്തരും. അവളെ കൊണ്ട് കുറേ പാട്ടും റാപ്പും അതും ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവളെ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സിംഗറാണ്, പിന്നെ നന്നായി പാടും. അങ്ങനെ ഡാലിനെ വിളിച്ചു, ഡാലിയ ഒന്ന് പാടി. അങ്ങനെ എനിക്കതപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എല്ലാവരും കേൾപ്പിച്ചു, അതെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ഡാലിയ വരുന്നത്. നമുക്ക് ഡാലിയനെ ഒന്ന് വിളിക്കാം. ഡാലിയ വായോ. ഡാലിയ പറയൂ, ഷാദി മസ്തിയിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ചുമ്മാ ട്രൈ ആക്കുന്ന പോലെ ചുമ്മാ ട്രാക്ക് പാടാൻ പാടിയതായിരുന്നു. പിന്നെ ഇത്രയും ഹിറ്റാവുന്ന പ്രതീക്ഷിച്ചോ? ആളുകൾ ഇത് ഏറ്റെടുക്കും? ഇല്ലല്ല, പാട്ട് നൈസായോണ്ട് നല്ല റെസ്പോൺസ് ഉണ്ടാവും അറിയായിരുന്നു. ഇത്രയും നല്ലോണം കയറുന്നു വിചാരിച്ചില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടണം അവസാനം, ഇതെന്തായാലും. ഓക്കെ, പിന്നെ പാട്ട് പവറാവാൻ നല്ലോണം സഹായിച്ച നമ്മളെ കോറസ് ടീം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടുള്ള സാധനം നമ്മൾ കോറസ് ടീം എല്ലാവരും പാടിയോണ്ടാണ് അതിൻ്റെ ഒരു പവറായത്. ഓക്കെ, ഇപ്പം പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. ഇപ്പൊ ഹനാൻഷയോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഏതാ ഇഷ്ടം? പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും, ഇതിൽ മൂന്നിലും തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ ഹനാൻഷയോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ ഏത് ചൂസ് ചെയ്യും? എനിക്ക് പാട്ട് പാടാനാണ് എപ്പോഴും ഇഷ്ടം. ബാക്കിയുള്ളതൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തു പോണ്ടി വരുന്നതാണ്. ഇതിപ്പോ പാട്ട് പാടുമ്പോ ഇതില് ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കേണ്ടി വരുന്നൊന്നും ഞാൻ ചിന്തിക്കണില്ലല്ലോ. ഞാൻ എത്രയും ഇഷ്ടത്തിലുള്ള ആളാണ് ശ്രീഹരി. സോ അത്ര ഉഷാറായിട്ട് ശ്രീഹരിക്ക് പാടി കൊടുക്കണം. എപ്പോഴും എഫേർട്ട് ഇടാനും എപ്പോഴും ചെയ്യാനും ഇഷ്ടമുള്ള പണി എപ്പോഴും പാട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ 3 പേർക്കും ഒരു ഗിഫ്റ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെർഫ്യൂമിക്സിന്റെ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പാട്ട് ഹിറ്റായ പോലെ തന്നെ സ്മെല്ലും നിങ്ങൾക്ക് അടിക്കുമ്പോൾ ഒരുപാട് സ്മെല്ലൊക്കെ വരട്ടെ. ഓക്കെ, ഷാദി മസ്തിയിലെ എല്ലാവരും, ഒരുപാട് ആളുകളുണ്ട്, ഇന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇന്ന് വന്ന എല്ലാവരെയും നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കഴിക്കട്ടിക്കോ? ഷാദി മസ്തി നാരി പുതുനാരി നാണം കൊണ്ട് കുണുങ്ങി, നാരി കാഞ്ചിപുരം ഉടുത്തൊരുങ്ങി, മരക്കുട എടുത്തത് മാറൻ വരുന്നതും ഓർത്ത കനവില് കുളിരൊരുങ്ങി, മാണിക്യക്കല്ലുകൾ പോലും നാണിച്ചു പോവണ ചേലിൽ. അപ്പം ഷാദി മസ്തിയിലെ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഹാമർ കൊടുക്കുന്നുണ്ട്. അപ്പം ആഷിക്ക നമ്മുടെ പ്രൊഡ്യൂസർ തന്നെയാണ്, നമ്മുടെ ടീമിന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആഷിക്ക കൊടുക്കണം. എല്ലാവരും വരും. അപ്പോൾ ഷാദി മസ്തിയുടെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ പാട്ടിന് 2 വരി, 2 അല്ല ഒരു 4-5 വരി പാടിയിട്ട് നമുക്ക് ഈ ആഘോഷം ഇവിടെ നിർത്താം. ഓക്കെ, ചുരുൾമുടി ചുരുളില് കുടമുള്ളയും കസവുള്ള മുന്താണിയും പരിമളം പരത്തുന്ന തളിർമേനിയും കണ്ണഞ്ചും സുന്ദരി നീ സുന്ദരി. ആഘോഷത്തിലെ ആളുകൾ ചെത്തില് ഒത്തൊരുമിച്ച് സ്വരപത്ത് പറഞ്ഞ് രസിച്ച് പല അത്തര തേച്ച് വിരാജിച്ച് ഏനാന്തത്തിലും കുട്ടികൾ ചുറ്റിലും കുത്തിമറിഞ്ഞ് നടുപന്തലിനോടി നടന്ന് ചിലർ കോന്തല തൂങ്ങുന്നേ. കാഞ്ചിപുരമൊടുത്തൊരുങ്ങി മരക്കാരിൽ വരുന്നതും ഹാരം തരുന്നതും ഓർത്ത കരളിലെ കുളിരിറങ്ങി. മംഗലമാരുടെ വരച്ചൊരു മയിലാഞ്ചി പന്തല നടുവിലെ ഒപ്പനമാരുടെ 40 മിന്നണ സുന്ദരിമാർ കച്ചിലും കാലിലും മുഞ്ചിലും ലംഘന മയിലാഞ്ചി.
ഷാദിമസ്തി വലിയൊരു സക്സസ് ആവട്ടെ, ഇനിയും ആളുകളിലേക്ക് എത്തട്ടെ, നിങ്ങളിൽ നിന്ന് ഇനിയും നല്ല പാട്ടുകൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എല്ലാവരും കേൾക്കുക. അതുപോലെ തന്നെ സൈന മ്യൂസിക് ഇന്ത്യനോടും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. കാരണം ചിറാപ്പുഞ്ചി എനിക്ക് സമ്മാനിച്ച ലേബലാണ്. സോ ഒരു ബിഗ് താങ്ക്സ്. വീണ്ടും എന്നെ ട്രസ്റ്റ് ചെയ്ത് ശ്രീഹരിനെയും എന്നെയും SBKനെയും നമ്മളെല്ലാവരെയും ദാലിയനും എല്ലാവരെയും ട്രസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു പ്രൊജക്റ്റിലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനൊരു ബിഗ് താങ്ക്സ് ടു സൈന മ്യൂസിക് ഇന്ത്യ. സോ താങ്ക് യു സോ മച്ച്. വീണ്ടും ഇനിയും പാടുന്ന പാട്ടുകൾക്ക് സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.